നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വളരെ ഭംഗിയോടെ വളർത്താൻ പറ്റിയ പൂക്കളുള്ള ഒരു ചെടിയാണ് ആന്തൂറിയം ചെടി. ആന്തൂറിയം ചെടി നമുക്ക് കൂടുതൽ മെയിൻ്റനൻസ് ഒന്നുമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ 3 ദിവസത്തിലൊരിക്കലൊക്കെ വെള്ളം നനച്ചു കൊടുത്താൽ മതി. അങ്ങനെയുള്ള വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ആന്തൂറിയം. ആന്തൂറിയത്തിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ തയ്യാറാക്കേണ്ടത് ചകിരിച്ചോറ്, പെർലൈറ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ കരിക്കഷ്ണം, പിന്നെ നമ്മൾ ഓർക്കിഡൊക്കെ നടുന്ന ചിപ്സ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ല പോലെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറേ ഹോളുകൾ നമ്മൾ ചട്ടിക്കിട്ട് കൊടുക്കണം. മൺചട്ടിയിലാണ് നടുന്നത് എങ്കിൽ മൺചട്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ഹോളുകൾ വലിപ്പമുള്ള ഹോളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങണം. മൺചട്ടി നടാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ ഓട്ടും കഷ്ണമോ എന്തെങ്കിലും വെള്ളം നല്ല രീതിയിൽ പോകാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കണം. ചെടി നട്ട് നനച്ച് കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ചെടി നനച്ചാൽ മതി. പിന്നെ നല്ല ചൂടുള്ള ഏരിയയിലൊന്നും നട്ട പാടെ നമ്മൾ ചെടി വെക്കരുത്. അതിൻ്റെ ലീഫുകൾ കരിഞ്ഞു പോകാനൊക്കെ ഇടയാവും. അതുപോലെ തന്നെയാണ് വെള്ളം ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ ചീഞ്ഞിട്ടും അതിൻ്റെ ലീഫുകൾ കരിയാനിട വരും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ചെടി നട്ട് നമ്മൾ നല്ല തണുപ്പുള്ള ഭാഗത്ത് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ. തണുപ്പുള്ള ഭാഗത്ത് നിന്ന് തന്നെ ചെടി പിടിച്ച് അതിന് പുതിയ ലീഫുകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് മാറ്റി സെറ്റ് ചെയ്യാം. അതും വെയിലില്ലാത്ത ഭാഗത്ത് നോക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനിയുള്ളത് ആന്തൂറിയം ചെടിക്ക് ഫ്ലവർ വരാനുള്ള എളുപ്പവഴി എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ആന്തൂറിയം ചെടിക്ക് ഫ്ലവർ വരാൻ വേണ്ടി എപ്സം സാൾട്ട് നമ്മൾ വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് 15 ദിവസം കഴിഞ്ഞാൽ നമ്മളെ ചെടിയിൽ ഫ്ലവർ വരും. ഇനി അതൊന്നുമല്ലാതെ വളങ്ങളൊന്നും ചേർക്കാതെ നടുന്ന ഒരാൾക്ക് ബസാക്കോട്ട വളം ചേർത്ത് കൊടുത്താൽ ആ വളങ്ങളെല്ലാം ചേർത്തതിന് പകരം ആവും ബസാക്കോട്ട വളം. ബസാക്കോട്ട വളം നമ്മൾ നടുമ്പോൾ പോട്ടി മിക്സിൽ യൂസ് ചെയ്ത് കൊടുക്കേണ്ട വളമാണ്. അല്ലാത്ത വളങ്ങളൊന്നും നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. 15 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ചെടിയെ നല്ലപോലെ ഒന്ന് വെള്ളം നനച്ച് കുളിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ലീഫുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുക. ഇതുപോലെ ആന്തൂറിയം ചെടികൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായി വളരും. നമ്മളെ വീട്ടുമുറ്റം, കാർ പോർച്ചിൽ, അതുപോലെ നമ്മുടെ വരാന്തയിൽ ഒക്കെ വളർത്താൻ പറ്റിയ അടിപൊളി ഒരു ചെടിയാണ് ആന്തൂറിയം ചെടി. ഇനി ആന്തൂറിയം പ്ലാന്റ് നമുക്ക് വെള്ളത്തിലും വളർത്തിയെടുക്കുക. വെള്ളത്തിൽ വളർത്തുമ്പോൾ അതിന് ഫ്ലവർ വരാനൊക്കെ ഒരുപാട് താമസിക്കും. അത്ര പെട്ടെന്നൊന്നും ഫ്ലവർ വരില്ല. അതുപോലെ തൈകൾ ഉണ്ടാവാനും വലിയ ബുദ്ധിമുട്ടാണ് വെള്ളത്തിലാവുന്ന സമയത്ത്. എന്നാലും വീടിനകത്ത് പച്ചപ്പ് കൊണ്ടുവരണം എന്നുള്ളവർക്ക് ആന്തൂറിയം ആ ഒരു രീതിയിലും വളർത്തിയെടുക്കാം. നമുക്ക് ക്ലേ ബോൾ വാങ്ങിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൽ ചേർത്ത് ആ ഒരു പോട്ടിൽ നമുക്ക് നട്ടു കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എനിക്കൊരു ലൈക്ക് തന്നിട്ട് പോകണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.